എല്ലാവർക്കും നമസ്കാരം. നമുക്ക് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷന്റെ ബാക്കി പഠിക്കാം. അപ്പോൾ പേജ് നമ്പർ 57 നമ്മൾ ഞാൻ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ. മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് കേൾക്കുമ്പോൾ ഇത് എന്തൊരു വലിയ നിയമമാണാവോ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും പേടിക്കണ്ട. നമ്മൾ പവേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാം? രണ്ട് പവേഴ്സ് സെയിം നമ്പറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സെയിം നമ്പറിന്റെ പവേഴ്സ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ 2⁵ ഇൻറ്റു 2⁵3 എത്രയായിരിക്കും? 2⁵5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതുക? 2 അല്ലേ? ഇനി ഇൻറ്റു ആണ്, ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇൻറ്റു 2⁵3 എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 3 2 കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ മൊത്തം എത്ര 2 ആയി? 1 2 3 4 5 6 7 8 2⁵8 കിട്ടി. അപ്പൊ ഇതിന്റെ രണ്ട് പവേഴ്സ് നോക്കിയേ, ഈ ആൻസറിന്റെ പവർ നോക്കിയേ. ക്വസ്റ്റ്യനില് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ എക്സ്പോണൻസ് തമ്മിലുള്ള സമ്മാണ് ആൻസറിന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് അല്ലേ? 5ഉം 3ഉം കൂടി ആഡ് ചെയ്തതാണ് 8. അപ്പം ഇതുപോലെ ഒരേ നമ്പറിൻ്റെ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ നിരത്തിയിട്ട് അത് എത്ര എണ്ണുണ്ടെന്ന് എണ്ണി നോക്കി ഒന്നും വിടാൻ നിൽക്കണ്ട. മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത് അതാണ്. ആ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് ആൻസർ ചെയ്താൽ മതി. ഇത്രയുള്ള മൾട്ടിപ്ലിക്കേഷൻ റൂൾ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണാവും വിചാരിച്ചു. സംഭവം കേട്ടപ്പോൾ സമാധാനമായല്ലോ. ഇത്രയുള്ളൂ. അപ്പം ഇത് മറക്കരുത്. സാധാരണ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ കുറേ കുട്ടികൾ തെറ്റിച്ചു വയ്ക്കും. എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 2⁵2 ചെയ്തിട്ട് 5ഉം 3ഉം കൂടിയിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5 × 3 എത്രയാ? 15 എഴുതിയിരിക്കുന്നത് ആൻസർ. അപ്പം ഇത് തെറ്റ്. അപ്പം ഇൻറ്റു ചെയ്യാൻ വന്നാൽ പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം ഇതിനെ നമ്മളിപ്പോൾ പഠിച്ച ഈ മൾട്ടിപ്ലിക്കേഷൻ റൂളിനെ നമുക്ക് എങ്ങനെ ജനറൽ പ്രിൻസിപ്പിളായിട്ട് എഴുതാൻ സാധിക്കും? x⁻m ഇൻറ്റു x⁻n. ഇതിൽ എക്സ് എന്ന് പറയുന്നത് 0 ഒഴിച്ച് വേറെ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഏത് നമ്പർ ആയാലും ഈ മൾട്ടിപ്ലിക്കേഷൻ റൂളിന് ബാധകമായിരിക്കും. അപ്പോൾ എം എന്ന് പറയുന്നത് ഏത് നാച്ചുറൽ നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. ഓക്കെ, ഈക്വൽസ് എന്ത് വരും? ഒരേ നമ്പറിന്റെ പവേഴ്സ് കണ്ട ഇൻറ്റു ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? x⁻m + n. മനസ്സിലായില്ലേ? ആ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ റൂൾ. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്തൂടെ? പേജ് നമ്പർ 58 നോക്കിയേ. ട്രൈ ദ പ്രോബ്ലംസ് ഗിവൺ ബിലോ യൂസിങ് ദിസ് ഐഡിയ. ഏത് ഐഡിയ? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ മൾട്ടിപ്ലിക്കേഷൻ റൂള്. അത് അതിന് മുകളിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്. The product of two powers of the same number is the power of this number. The exponent of the product is the sum of exponents of the factors. നമ്മൾ പറഞ്ഞതന്നെ. വായിക്കുമ്പോൾ ഒന്നും പിടികിട്ടില്ല, പക്ഷെ നമ്മൾ ഈ പറഞ്ഞില്ലേ രണ്ട് സാധനങ്ങളുടെ പവേഴ്സ് ഒരേ നമ്പറിൻ്റെ സെയിം നമ്പറിൻ്റെ പവേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യാവുന്ന മൾട്ടിപ്ലൈ ചെയ്യാവുന്ന എന്ത് ചെയ്യണം? അതിൻ്റെ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഈ എന്നിട്ടാണ് അതിന് സൂത്രം എന്ത് ചെയ്യുന്നത്? വാട്ട് പവർ ഓഫ് 2 ഈസ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് 2⁵5 ആൻഡ് 2⁵3. 2⁵5 ആൻഡ് 2⁵3 മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ വാട്ട് പവർ ഓഫ് 2 ഈസ് ഗോട്ട്? 2ൻ്റെ ഏത് പവർ ആയിരിക്കും നമുക്ക് കിട്ടാതെ? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂള് യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 5 + 3 അല്ലേ? ഈക്വൽസ് എന്ത് വരും? 2⁵8. കഴിഞ്ഞില്ലേ? അടുത്ത ദിവസം എന്താ? വാട്ട് ഈസ് എ നമ്പർ 10⁻² ഇൻറ്റു 10⁻5 ഇൻ ഓർഡിനറി ലാംഗ്വേജ്? അപ്പോൾ ഓർഡിനറി ലാംഗ്വേജിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. 10⁻² ഇൻറ്റു 10⁻5 എത്രയായിരിക്കും കിട്ടുക? 2 + 5 അല്ലേ? അതായത് 10⁻7. അപ്പം ഇങ്ങനെ ഇട്ടാൽ പോരാ, നമുക്ക് ഓർഡിനറി ലാംഗ്വേജ് വേണം. ഓർഡിനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ എന്തെന്നാ വിളിക്കുകയാണ്? 10⁻7 എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളുടെ അടുത്ത് പോയിട്ട് നമുക്ക് 10⁻5 rupees വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലുത് മനസ്സിലാവുമോ?
അല്ലെങ്കിൽ എത്രയാണ് സാലറി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 10⁴ ആണ് എൻ്റെ സാലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും? സാധാരണക്കാർക്ക് കേട്ടാ മനസ്സിലാവും. അപ്പോൾ ഓർഡിനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അങ്ങനത്തെ ഒരു നമ്പറിന് എന്താണ് നമ്മൾ വിളിക്കുക, അതാണ് ഈ ഓർഡിനറി ലാംഗ്വേജ്. മനസ്സിലായ? അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. 10⁻⁷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1 ഇട്ടിട്ട് 7 zeros ഇട്ട് കൊടുക്കണം. 1 2 3 4 5 6 7. ഇതിനൊന്ന് എണ്ണി നോക്കിയാൽ നമ്മളൊന്ന് എണ്ണുമ്പോൾ എത്ര വരും? 1s 10s 100s 1000 10,000 lakh 10 lakh 1 crore. അപ്പൊ എന്താണ് ഇതിന്റെ ഓർഡിനറി? ഇതിന്റെ എന്താണ് ഇതിന്റെ പേര്? ഇതിനെന്താ വിളിക്കുക നമ്മൾ? 1 crore എന്നാണ് ഇതിനെ ഓർഡിനറി ലാംഗ്വേജിൽ പറയുക. അടുത്ത, what power of 2 is twice 2⁻10? ബുദ്ധിപരമായ ചോദ്യം. ഈ കണക്കഥകളിലൊക്കെ വരുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഒരുവിധം പിള്ളേര് തെറ്റിച്ച് വെക്കുകയും ചെയ്യും. 2⁻2 അല്ലേ? പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആൻസർ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധ പേരൊക്കെ തെറ്റിക്കും. what power of 2 is twice 2⁻10? 2⁻10ന്റെ ഇരട്ടി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വേഗം തന്നെ പറയും 2⁻20 എന്ന് പറയും. 2⁻10ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2⁻20 അല്ലേ വരാ? അല്ലേ? ഇരട്ടി എന്ന് പറയുമ്പോൾ ഒരു സംഖ്യനെ, ഒരു നമ്പറിനെ ഇരട്ടി അല്ലെങ്കിൽ ട്വൈസ് കിട്ടാൻ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറ്? 10ന്റെ ഇരട്ടി എത്രയാ? 20 അല്ലേ? 100ന്റെ ഇരട്ടി എത്രയാണ്? 100ന്റെ 200 എന്ന് പറയും. 500ന്റെ ഇരട്ടി 1000 അല്ലേ? എങ്ങനെയാണ് നമുക്ക് ഈ ഇരട്ടി കിട്ടിയത്? നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏതിൻ്റെ ആയാലും ട്വൈസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ 2⁻10നെ ഇരട്ടി കിട്ടാനും എന്ത് ചെയ്യണം? ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വെറുതെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പവർ എത്രയാണ്? 1 ആയിരിക്കും അല്ലേ? അത് നമ്മൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അണ്ടർസ്റ്റുഡ് ആണ്, 1 ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുക? 2⁻10 + 1 അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം 10 + 1 11 2⁻11 കിട്ടി. അപ്പോൾ 2⁻10ന്റെ ട്വൈസ് എത്രയാണ്? 2⁻11 ആണ്, അല്ലാണ്ട് 2⁻20 അല്ല. അത് തലയിലേക്ക് ഇപ്പം തന്നെ നന്നായി കയറ്റി വെച്ചോളൂ, അത് മറക്കരുത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മസ്റ്റ് ബി ആഡഡ് ടു 2⁻10 ടു ഗെറ്റ് 2⁻11? അത് നല്ല ചോദ്യമാണ്. 2⁻10നോട് കൂടി എത്ര ആഡ് ചെയ്താലാണ് 2⁻11 കിട്ടുക? 2⁻10 കൂടെ എത്ര ആഡ് ചെയ്യണം? 2⁻10 എത്രയാണെന്ന് നമുക്ക് അറിയണം, 2⁻11 എത്രയാണെന്ന് നമുക്ക് അറിയണം അല്ലേ? അതായത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. 2⁻10ന്റെ ഇരട്ടിയാണ് 2⁻11 എന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇല്ലേ? 2⁻10ന്റെ ട്വൈസ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് 2⁻11 കിട്ടിയില്ലേ? അപ്പൊ എന്ത് സാധനത്തിന്റെ ഇരട്ടി കിട്ടാൻ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യും, അല്ലെങ്കിൽ ആ സെയിം നമ്പർ തന്നെ അതിനോട് കൂടി ആഡ് ചെയ്താലും മതി അല്ലേ? 500ന്റെ ട്വൈസ് എത്രയാണ്? 1000. അപ്പൊ 500 + 500 അല്ലേ? ആ സെയിം നമ്പർ ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്താൽ അതിന്റെ ഇരട്ടി എന്ന് പറയുന്ന പോലെ 2⁻10ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 2⁻11 കിട്ടുക? ആ സെയിം നമ്പർ 2⁻10 തന്നെ ആഡ് ചെയ്താൽ മതി 2⁻11 കിട്ടാനായിട്ട്. അത് ലോജിക്കല്ല, ലോജിക്ക് നിങ്ങൾ അതിൻ്റെ ചിന്തിച്ചാൽ മതി. ഇനി നമുക്കത് ഇത് ഇങ്ങനെ എന്താ പറയുക, ടെക്നിക്കലി ഇതിങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് വരും? 2⁻10 എത്രയാണെന്ന് ആദ്യമേ കണ്ടുപിടിക്കുക. 2⁻10 എന്ന് പറയുമ്പോൾ 10 പ്രാവശ്യം 2 ഇടാം നമുക്ക്. എത്രണ്ണായി? 6 അല്ലേ? ഓക്കെ. അപ്പോൾ 1024 കിട്ടും. ഈ 2⁻11 എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ കൂടെ ഒരു 2 കൂടി ഇൻറ്റു ചെയ്താൽ മതി. അതായത് ഇതിൻ്റെ കൂടെ ഒരു 2 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 2048 കിട്ടി. അപ്പം നമുക്കിവിടെ രണ്ടിൻ്റെയും ഉത്തരം കിട്ടി. 2⁻10 എന്ന് പറഞ്ഞാൽ 1024, 2⁻11 എന്ന് പറഞ്ഞാൽ 2048. എന്താണ് ചോദ്യം? 2⁻11 കിട്ടാൻ 2⁻10നോട് കൂടി എത്ര ആഡ് ചെയ്യണം?
അപ്പോൾ നോക്കി ഇതിൻ്റെ കൂടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ എത്രയാണ് ആഡ് ചെയ്തപ്പോഴാണ് ഇതിനോടുകൂടി എത്ര ആഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്? എത്രയാണ് നമ്മളിവിടെ ആഡ് ചെയ്തത്? ആ സെയിം നമ്പർ തന്നെ അല്ലേ? അതായത് നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി അതിലൊന്നും ഇതും മനസ്സിലാവാത്തവർ ഇതിൽ നിന്നും ഈ നമ്പർ മൈനസ് ചെയ്താൽ മതി. അപ്പം അറിയാം എത്ര ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. മനസ്സിലായില്ലേ? ഇത് 2 കൂടി ആഡ് ചെയ്താ ശരിയായില്ലേ? ഇതെട്ടാണ് കേട്ടാ. ഓക്കെ, 2048 കിട്ടിയില്ലേ? അപ്പൊ 1024ന്റെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്? 1024 തന്നെ. അതായത് അതിന്റെ ഇരട്ടിയാണിത്. അതിന്റെ നേരെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മളത് പഠിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, what must be added to 3 raised to 10 to get 3 raised to 11? ഇവിടെ നമ്മൾ 2 raised to 10ന്റെ കൂടെ 2 raised to 11 കിട്ടാൻ എത്ര ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 raised to 10ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 3 raised to 11 കിട്ടുക? 11 കിട്ടുക. ഇതാണ് അടുത്ത ചോദ്യം. അപ്പം ഇത് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ കിട്ടും. 3 raised to 10 പ്ലസ് 3 raised to 10 പ്ലസ് 3 raised to 10 ആണ് 3 raised to 11 എന്ന് പറയുന്നത് അല്ലേ? എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയാ? കിട്ടാത്തവർ ഒരേ ഒരു വഴിയേ ഉള്ളൂ. 3 raised to 10 എത്രയാണെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കുക. 3 × 3 × 3 × എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുക. 3 raised to 11 എത്രയാണെന്നും കണ്ടുപിടിക്കുക. എന്നിട്ട് 3 raised to 11ൽ നിന്നും 3 raised to 10 മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടും. മനസ്സിലായോ? അപ്പോൾ കണ്ടുപിടിക്കാം. ചെയ്തു. 3 raised to 10 എന്ന് പറയുമ്പോൾ 10 times 3 നമ്മൾ ഇൻറ്റു ചെയ്തു. ഞാനത് ഇൻറ്റു ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി 4 എണ്ണം ഇതുള്ള ഗ്രൂപ്പാക്കി. അപ്പോൾ 2 എണ്ണം ബാക്കി വന്നു. 4 3കൾ ഇങ്ങനെ ഇൻറ്റു ചെയ്തപ്പോൾ 81 കിട്ടി. ഈ 4 ഇൻറ്റു ചെയ്യുമ്പോൾ 81 കിട്ടി. അപ്പോൾ 81 × 81 × 9 ആയി മാറി. അപ്പോൾ അത് ഇൻറ്റു ചെയ്തപ്പോൾ 59,049 കിട്ടി. ഇനി 3 raised to 11 എത്രയാണെന്ന് ഇതുപോലെ തന്നെ 11 3കൾ ഇങ്ങനെ ഇട്ടു. എന്നിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്തു. 81 × 27 വന്നു. അപ്പോൾ 1,77,147 കിട്ടിയതൊക്കെ കൂടിയിട്ട് ഇൻറ്റു ചെയ്തപ്പോൾ. അപ്പോൾ ഇതിൽ മെയിനായിട്ടൊരു പ്രോബ്ലം, ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് തെറ്റ് സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇൻറ്റു ചെയ്ത് നോക്കിയാലും വീണ്ടും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 raised to 11 നമുക്ക് കിട്ടി. അതിൽ നിന്നും 3 raised to 10 നമ്മൾ മൈനസ് ചെയ്തപ്പോൾ ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് ചോദിച്ചത്, എത്രയാണ് തമ്മിലുള്ള ഡിഫറൻസ്? വെറും ഒരു പവറിൻ്റെ വ്യത്യാസമുള്ളൂ എന്ന് ആലോചിക്കണം. മനസ്സിലായില്ലേ? 3 raised to 10 3 raised to 11 എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 10 നമുക്ക് 11 ആയി മാറും. ഒറ്റ പവർ ഒരു ഇതല്ലേ കൂടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കും. ഒരു നമ്പറിൻ്റെ വ്യത്യാസമല്ലേ പവറിൽ വന്നിട്ടുള്ളൂ. പക്ഷെ പവറിൻ്റെ ഒരു പവർ കണ്ട എന്താണ്? 3 raised to 10 എന്നുള്ളത് 3 raised to 11 ആയപ്പോൾ എത്ര കൂടി? 1,80,098 കൂടി. 3 raised to 10നേക്കാൾ 3 raised to 11. മനസ്സിലായത്? അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The table below gives some powers of 2. തന്നിരിക്കുന്ന ടേബിളിൽ കുറച്ച് 2ന്റെ പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പവർ ടേബിളിലാക്കി തരാണെങ്കിൽ സുഖമാണല്ലേ? നമുക്ക് ഇൻറ്റു ചെയ്ത് ബുദ്ധിമുട്ടാൻ നിൽക്കണ്ടല്ലോ. അതിൽ നോക്കി എഴുതിയാൽ പോരെ. ഈ ടേബിൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? യൂസിങ് ദിസ് കമ്പ്യൂട്ട് ദീസ് പ്രോഡക്ട്സ്. കണ്ടാ നെക്സ്റ്റ് പേജിൽ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, അത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ 16 × 64. അപ്പോൾ ഉടനെ തന്നെ ടേബിളിലേക്ക് നോക്കുക. 16 എന്ന് പറയുന്നത് നമുക്ക് 2ന്റെ പവർ ആക്കി എഴുതുമ്പോൾ എത്രയാണ് വരുന്നത്? ആ 16ന്റെ അപ്പുറത്തെ കള്ളിയിൽ എടുക്കുന്നത് കണ്ട 2 raised to 4. അപ്പോൾ നമുക്ക് 16 പകരം 2 raised to 4 എന്ന് എഴുതാം. ഇൻറ്റു 64 എന്ന് പറയുന്നത് 2ന്റെ പവർ ആയിട്ട് എഴുതുമ്പോൾ എന്താ വരുന്നത്? 2 raised to 6. ഇത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചൂടെ? 4 + 6 വരും അല്ലേ? അതായത് 2 raised to 10. 2 raised to 10 എത്രയാണെന്ന് നോക്കിയാൽ ഇതിൽ ആൻസർ എത്ര എടുക്കുന്നത്? 1024. ഉത്തരം കിട്ടി. കണ്ടാ എത്ര എളുപ്പമായിട്ട് ഉത്തരം കിട്ടിയത്? അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ട് ഇരുന്ന് നമ്മൾ ഇൻറ്റു ചെയ്യാൻ നിൽക്കണം. ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 64 × 256. അപ്പോൾ 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ കണ്ടതാണ്. 2 raised to 6 ആണ് 64 അല്ലേ? 2 raised to 6. ഓക്കെ. അടുത്ത 256 എന്ന് പറയുന്നത് എത്രയാണ്? 2 raised to 8.
ഈക്വൽസ് 2⁻6 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 2⁻14. അതായത് എത്രയാ? 2⁻14 എന്ന് പറയുന്നത് 16,000. ടേബിൾ വന്നിട്ടുണ്ട് 16,384. അപ്പൊ അതും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 32 × 512. 32 എന്ന് പറയുന്നത് 2⁻5 ആണ്. ഇൻറ്റു എത്രയാ? 512. എത്രയാ? 2⁻9 ഈക്വൽസ് 2⁻5 പ്ലസ് 9 അല്ലേ പറഞ്ഞത്? 9 എന്ന് ഞാൻ പറഞ്ഞു, എഴുതിയത് എത്രയാണെന്ന് നോക്കിയേ? 6. ഇതാണ് എൻ്റെ കുഴപ്പം. 2⁻9. നിങ്ങൾ ഇതുപോലെ തെറ്റ് വരുത്തരുത് കേട്ടാ. 9 പ്ലസ് 5 എത്രയാണ് വരാ? 2⁻14 അല്ലേ? അപ്പൊ വീണ്ടും ഇത് സെയിം നമ്പർ തന്നെ വന്നു. 384. ഓക്കെ. അടുത്തത് 128 × 256. 128 എന്ന് പറയുമ്പോൾ എത്രയാ? 128 ഇവിടെ 2⁻7 ഇൻറ്റു 256. 256 എന്നാൽ 2⁻8 അല്ലേ? 128 × 256. 128 എന്ന് പറയുന്നത് 2⁻7, പിന്നെ 256 എന്ന് പറഞ്ഞാൽ 2⁻8. എഴുതിയാലും ഓരോ പ്രാവശ്യം കൂടി നോക്കിക്കോളോട്ടോ. ഞാൻ എപ്പോഴും നോക്കും, കാരണം എനിക്ക് എപ്പോഴും എടുത്തെടുക്കുമ്പോൾ മനസ്സിലൊന്നായിരിക്കും, എഴുതുന്നത് വേറെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ മിസ്റ്റേക്ക് വരാറുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുക വേണ്ടും. 2⁻15 വന്നു അല്ലേ? 2⁻15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 32,768 അല്ലേ? ടേബിൾ തന്നെ കണ്ട 2⁻15 വരെയൊക്കെയാണ് നമുക്ക് ആ ടേബിളിലുള്ളത്. ലാസ്റ്റ് വൺ 32,768 കിട്ടിയില്ലേ നമുക്ക്? അങ്ങനെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂളിൻ്റെ ഭാഗം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇനി അടുത്ത ഭാഗം അടുത്ത പാർട്ട്.